പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ഉൾപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസൻ കുടുംബം, മറ്റു എല്ലാ ദൈവവിശ്വാസികളും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതുപോലെ സൂമിലൂടെയും വിവിധമായ മാധ്യമങ്ങളിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അല്പനേരം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് കൈക്കൊള്ളുവാൻ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന നമുക്ക് ലഭ്യമായല്ലോ. നമ്മുടെ ഈ ഒരു ആലയത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവദാസൻ പറഞ്ഞ ഓരോ വചനങ്ങളും നമ്മെ ഓരോ ഹൃദയങ്ങളെയും ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഇന്നയാളെന്നില്ല, എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീർന്നു. നിശ്ചയമായിട്ടും ദൈവാത്മാവിൻ്റെ വലിയ പ്രവർത്തികളെ ഓർ ദൈവത്തെ സ്തുതിക്കും. നിശ്ചയമായി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ കാണുവാൻ ഇടയാകട്ടെ. അല്പനിശ്ചിന്തയ്ക്കായിട്ട് വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 6-ാം അധ്യായം 5-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 6 വേർഡ്സ് 5 പ്ലീസ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒരല്പനേരം മാത്രമാണ് ദൈവം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് ശക്തമായി ദൈവസഭയുള്ള ബന്ധത്തിലും ഞാൻ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഇടങ്ങളിലൊക്കെയും ദൈവാത്മാവ് ദൈവസഭയുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ദൈവസഭയുള്ള ബന്ധത്തിൽ ദൈവസഭകളെ ഉറപ്പിക്കുവാനും ദൈവവിശ്വാസികളും ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് പകൽക്കാലം സഭയുള്ള ബന്ധത്തിൽ സംസാരിക്കുവാൻ ദൈവാത്മാവിൻ്റെ കൃപയാൽ ഞാൻ നിൽക്കുവാനിടയായിത്തീരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവദാസനിലൂടെ കേട്ടതായ ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം അല്പനേരം ഓർമ്മിച്ച ശേഷം ഈ ഒരു അല്ലെങ്കിൽ സ്തോത്രം ദൈവജന ധ്യാനത്തിൽ കയറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദാസൻ പറഞ്ഞതായ ഭാഗമുണ്ട്. നമ്മളെ അധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ഈ ലോകത്തിൽ ഒരുപാട് വിധത്തിൽ നമ്മെ തകർത്ത് കളയുന്ന, നമ്മുടെ ചിന്തയെ മരവിപ്പിക്കുന്ന, ജീവിതത്തിൽ പലവിധമാകുന്ന വിഷയങ്ങൾ വരുവാൻ സാധ്യതയുള്ള ലോകത്തിൽ നാം ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രൈസ്. ഇതാണ് നമ്മുടെ ധൈര്യമെന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും ആ ഒരു ആലങ്കരിതമായ ഭാഷയാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മ ശക്തമായി നമ്മൾ ഇടപെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഈ വചനപ്രകാരവും അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക അതേ വിഷയം തന്നെയാണ്. ദൈവസഭയെ സംബന്ധിച്ച് ദൈവസഭയിൽ ഒരുപാട് കാര്യാദികൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം സ്നാനത്തെപ്പറ്റി ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗമാണ്. ദൈവസഭ പ്രധാനമായിട്ട് 2 വിധത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. ഒന്ന് വിശ്വാസത്താൽ, 2 കർമ്മഫലത്താൽ. ഒന്ന് വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസത്താൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തിലാണ്, നാം ജീവിക്കുന്നത് വിശ്വാസത്തിലാണ്, കർത്താവ് യേശുക്രിസ്തുവിനെ പൂർണ്ണ രക്ഷിതാവായി സ്വീകരിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇങ്ങനെ തുടങ്ങി അഭിഷേകം പ്രാപിച്ച് ഈ ലോകത്തിലെ സകലമാന ജീവിത അല്ലെങ്കിൽ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ നടത്തുന്നത് വിശ്വാസത്തിലാണ്. എന്നാൽ കർമ്മം കൊണ്ട് സഭ ചെയ്യണമെന്ന്, ദൈവവിശ്വാസം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സ്നാനം എന്ന് പറയുന്നതും 2 കർത്തൃമേശ. എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സഭയുടെ ഏറ്റവും അധികം ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പെന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ള വിഷയമാണ്. പ്രാർത്ഥന എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ ആഴമായ ആധികാരികമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഒരുവിധപ്പെട്ട 80% ഓഫ് പീപ്പിൾ, 80% ജനങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ ഏതെങ്കിലും വിധത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്തായിക്കോട്ടെ, ഡോക്ടർമാർ പോലും അവസാനം എന്ന് പറയുന്നു. അവരുടെ എല്ലാ റിസൾട്ടും കഴിയുമ്പോൾ, അവരുടെ മാക്സിമം ലെവൽ കഴിയുമ്പോൾ അവസാനം അവർ പറയും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നിരീശ്വരനായ വ്യക്തി ആയാൽ പോലും ആ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. കാരണം എന്നാണെന്നറിയാമോ? അവർക്കറിയാം, ഡോക്ടർമാർക്ക് പോലും, എത്ര തന്നെ വിശ്വസിക്കാത്തൊരു ഡോക്ടർ പോലും അങ്ങനെ പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ട്, അതിനപ്പുറം വിലപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ലോകപ്രകാരമായി പലവിധ പ്രാർത്ഥനകൾ കാണുന്നു.
നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, ഈ പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന മിന്നലിനെയും ഇടിയെയും ഒക്കെ ഭയപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ചില യക്ഷികൾ, അവർ അല്ലയോ സ്തോത്രം, മാടന്മാർ എന്നൊക്കെ പറയും, ഇങ്ങനെയുള്ള ഭയപ്പെടുത്തുന്നതിന് എന്ത് ചെയ്യുന്നു? അവർ ആരാധിക്കുന്നു. ചിലരെന്ത് ചെയ്യുന്നു? ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നു. ചിലർ കള്ളും മുള്ളും, അതായത് പ്രകൃതിയെ ആരാധിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ആരാധനകൾ എന്ത് ചെയ്യുന്നു? ഉണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിലെ ഏത് പ്രബന്ധം എടുത്തു നോക്കിക്കേ, ഏതു മതവിഭാഗത്തിൽപ്പെട്ട ഒരു പുസ്തകം എടുത്തു നോക്കി, അതിനകത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്ന ഒരേ ഒരു പുസ്തകം എന്ന് പറയുന്നത് നാം വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകമാണ്. അങ്ങനെയാണെങ്കിൽ നാം ഏറ്റവും അധികം ഭാഗ്യവാന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ ഒരു പരിധിവരെ, ഹല്ലേലൂയ സ്തോത്രം, ബൈബിൾ പ്രകാരമായ പ്രാർത്ഥനകളെല്ലാം തന്നെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അതിൽ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായി പറയുമ്പോൾ തന്നെ ചിലർ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ നാമധേയ കെട്ടിൽ നിന്നപ്പോൾ എങ്ങനെയാണോ പ്രാർത്ഥിച്ചു വന്നത് അതേ രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നാമധേയമായി ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും വലിയ കാരണം അവരുടെ നീഡ്സ് ആണ്, അവരുടെ ആവശ്യങ്ങളാണ്. പക്ഷേ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നീഡ്സ് അല്ല ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. വ്യക്തിപരമായ ദ റിലേഷൻ വിത്ത് ഗോഡ് ആൻഡ് അസ്, ഒന്നുകൂടെ പറഞ്ഞാൽ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ആൻഡ് അസ് ആണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചന പ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. ഞാനിത് അല്ലയോ സ്തോത്രം, ഇത് പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ വളരെ ഉണർവ് പ്രസംഗമായിട്ടും തോന്നത്തില്ലെങ്കിലും ദൈവജനം തിരിച്ചറിയേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് നാം പ്രാർത്ഥിക്കാൻ പാടില്ല ദൈവജനം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞില്ലേ, നാമധേയമായി ആരാധിച്ചു വന്ന പല വിധത്തിലുള്ള അതേ പ്രാർത്ഥനയായി പോകുന്ന ഒരു കൂട്ടം വിശ്വാസികളെ കാണുവാൻ സാധിക്കുന്നു. അവിടെ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവർ തെറ്റ് ചെയ്താലും പ്രാർത്ഥിക്കുന്നു, ഇല്ലേലും പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവജനങ്ങളുടെ ഇടയിലും അങ്ങനെ ആയിപ്പോകുന്നു. പക്ഷെ ദൈവജനത്തെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നോക്കണം, പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നാമധേയപരമായിട്ടുള്ള ഒരു വിശ്വാസങ്ങളുടെ ആധാരത്തിലല്ല നാം പ്രാർത്ഥിക്കേണ്ടത്. വേദപുസ്തകത്തിലടങ്ങിയ കൽപ്പന പ്രകാരം നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സഭയ്ക്കകത്ത് ഒരാൾ സ്നാനപ്പെടുവാൻ പ്രാരംഭമായി തീരുമാനമുള്ള ദൈവസന്നിധി വന്നല്ലോ. ആ പ്രിയപ്പെട്ട സഹോദരി ഓർത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവാത്മാവ് ഇരുന്നപ്പോഴും ഇതേ ദൂത് തന്നെയാണ് ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുക ദൈവാത്മാവ് എനിക്ക് നൽകിയത്. സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. ഈ സ്നാനത്തിന് മുൻപേ തന്നെ ചിലത് പ്രാർത്ഥിച്ച് ദൈവസന്നിധി കയറി വന്നിട്ട് വേണം സ്നാന ശുശ്രൂഷയിൽ പ്രവേശിക്കുവാൻ. അതുമാത്രമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്നാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്തോണം, ഒരു പരീക്ഷാ കാലഘട്ടമാണ്. ഈ പരീക്ഷ കാലഘട്ടം തിരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലഘട്ടം എന്നറിയാമോ? അതിൽ ജയിച്ചു പുറത്തു വന്ന യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം സഭ ഒരുമിച്ച് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ആഴമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ആ കുഞ്ഞിനു വേണ്ടി ദൈവമാക്കി വെച്ച ഏതൊക്കെ പരീക്ഷ കാലഘട്ടത്തിനകത്ത് സമ്പൂർണ്ണമായി പുറത്തു വന്നിട്ട്, അത് മാത്രമല്ല ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ആ കുഞ്ഞിനെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ബൈബിളിലെ രണ്ട് വിധമാകുന്ന പ്രാർത്ഥനകളെ കാണാൻ സാധിക്കുന്നു. ഞാൻ ഒരുപാട് അല്ലെങ്കിൽ ഡെഫിനിഷനൊക്കെ ഉണ്ടെങ്കിലും അനേകം ഡിവിഷനൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് പകൽക്കാലം ദൈവസഭകളും ദൈവാത്മാവ് നൽകിയ രണ്ടാലോചന. ഒന്ന്, ശൈശവ കാലഘട്ടത്തിലെ പ്രാർത്ഥന, ആത്മീക ശൈശവ കാലഘട്ടത്തിലെ പ്രാർത്ഥന. രണ്ട്, മെച്യൂരിറ്റി ആയിട്ടുള്ള, അതായത് അല്ലെങ്കിൽ സ്തോത്രം ഒന്ന് വളർന്ന് ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. തെളിയിക്കാം. അല്ലെങ്കിൽ സ്തോത്രം, ഒരു ശൈശവ കാലഘട്ടത്തിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞുങ്ങൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടല്ലേ.
വളരെ കുഞ്ഞു പ്രായത്തിൽ അവർക്ക് ആവശ്യമായ ആഹാരത്തിനുണ്ട്, അവർക്ക് ആവശ്യമായ പാലിനുണ്ട്. എന്ത് ചെയ്യും? നിരന്തരം എന്ത് ചെയ്യും? കരയും, കരയും, മേടിക്കും, കരയും, മേടിക്കും. ഇത് തന്നെയാണ് ഒരു ശൈശവ കാലഘട്ടം. സ്തോത്രമല്ല, ഏതൊക്കെ ടൈപ്പിലുള്ള ആക്ടിങ് കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചെന്ത് ചെയ്യും? മേടിക്കും. ചിലത് എന്ത് ചെയ്യും? ചിരിച്ചു മേടിക്കും, ചിലത് സ്നേഹിച്ചു മേടിക്കും, ചിലത് എന്ത് ചെയ്യും? കരഞ്ഞു മേടിക്കും, ചിലത് വാശി പിടിച്ചു മേടിക്കും. ഇതൊക്കെ ശൈശവ കാലഘട്ടമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതേ കുഞ്ഞ് വളർന്നൊരു 10-20 വയസ്സായിട്ടും ഇതേ ലെവലിൽ തന്നെ കുടുംബത്തിലായാലോ, കൂടെയുള്ളവർ പറയും ഈ കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, അവരുടെ പക്വതയില്ലായ്മയാണ് കാരണം. അപ്പനും അമ്മയും നേരെ ചൊവ്വ എന്ത് ചെയ്യില്ല? വളർത്തിയിട്ടില്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള നീഡ്സ് അവിടെ അവർക്ക് ജീവിതത്തിൽ എന്നും മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു? ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ആവശ്യങ്ങളുടെ ആ നിലവിളിക്കുന്ന അനുഭവവും റിസീവ് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. വളരെ കുഞ്ഞു പ്രായത്തിൽ കരഞ്ഞ് 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 കരച്ചിൽ കൊണ്ട് അമ്മയിൽ നിന്നും ചില നന്മകൾ, ചില ആഹാരം ലഭ്യമാകുമ്പോൾ അല്പം കൂടെ കഴിഞ്ഞ് സഹോദരങ്ങളിൽ നിന്നും സഹോദരിമാരിൽ നിന്നും തട്ടിപ്പറിച്ചും അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ ആക്ടിങ് കാണിച്ച് കരഞ്ഞുമൊക്കെ നിലവിളിച്ചൊക്കെ പ്രാപിക്കുന്ന ഒരു ശൈശവ കാലഘട്ടത്തിൽ അത് ഒരല്പം കൂടെ വളർന്ന് നമ്മളെങ്ങനെ കാണിച്ചാലോ ഒരിക്കലും അത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ദൈവവചനം പറയും, നിങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിലും നിങ്ങൾ വളരണം. മനസ്സിലായോ? ഇതൊക്കെ ദൈവസഭയിൽ പലപ്പോഴും ആഴമായി പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഇത് പഠിക്കണം. ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ദൂത എന്നോട് പറഞ്ഞ കാര്യമായി ദൈവസഭയോട് പറയുന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥനയുടെ ശൈശവ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് വിഷയം വന്നാലും ദൈവത്തോട് കരഞ്ഞും നിലവിളിച്ചും, ഹല്ലേലൂയ, സ്തോത്രം, ആക്ടിങ് ചെയ്തും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കരയാൻ പറ്റും, കരയും, നിലവിളിക്കാൻ പറ്റും, നിലവിളിക്കും, ഒക്കെ ചെയ്ത് മേടിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശൈശവ കാലഘട്ടമാണ്. പിന്നെ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പക്ഷേ അതിൻ്റെ പരിജ്ഞാനത്തോടെ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കുഞ്ഞു കാലഘട്ടത്തിൽ ഏത് വിഷയത്തിനും കരച്ചിലാണ്. പക്ഷെ അല്പം കൂടെ വളരുമ്പോൾ കരച്ചിലല്ല, കാര്യഗൗരവം അനുസരിച്ച് ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വ്യക്തിയായി വളരുന്ന അനുഭവമാണ് ദൈവസഭയുള്ള ബന്ധത്തിൽ, ദൈവസഭയ്ക്കകത്ത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന വിഷയം. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണല്ലോ, പ്രമേയം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീക അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ പല ആവശ്യങ്ങൾ നമ്മൾ നേടിയെടുത്തായിരിക്കും ദൈവസന്നിധി വന്നത്. ഒരുപക്ഷെ രോഗസൗഖ്യമായിട്ടായിരിക്കാം, വിവിധമായ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച ശേഷമായിരിക്കാം ഈ കർത്താവിനെ അറിഞ്ഞത്. പക്ഷേ കർത്താവിനെ അറിഞ്ഞ് ദൈവവചനം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നാം ദൈവസന്നിധി മുഴങ്കാൽ മടക്കി അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതിനേക്കാളും കർത്താവേ നിന്റെ പദ്ധതി എന്താണ് അതെന്നിൽ വെളിപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിൽ നിന്നും ചിലത് എന്ത് ചെയ്യണം? ചോദിച്ചു മേടിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ശൈശവ കാലഘട്ടത്തിലുള്ള പ്രെയർ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി പറയുന്നു. 2, ഏതൊക്കെ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി പറയുന്നു. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. അത് മാത്രമല്ല, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കരുതെന്നും വേദപുസ്തകത്തിൽ പറയുന്നു. പക്ഷേ ദൈവജനങ്ങൾക്ക് പലർക്കും ഈ വിഷയം അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിഷയങ്ങളും ഏറ്റെടുത്ത് പല വിഷയത്തിൽ കുരുക്കുകൾ അകപ്പെട്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളൊരു വിഷയം ദൈവജനം തിരിച്ചറിയേണ്ട വിഷയമാണ്. നമ്മൾ എല്ലാ വിഷയവും പ്രാർത്ഥിക്കുന്നവരാണ്. ചിലർ കൊട്ടേഷൻ ഏറ്റെടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറയുന്നു ദൈവവചന പ്രകാരം തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ഏത് വിഷയം പറഞ്ഞാൽ അപ്പം നമുക്ക് വേണ്ടി ഉത്തരം നൽകും. പക്ഷേ ചില വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല. ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല, പ്രാർത്ഥിച്ചാൽ എന്തൊക്കെയാണ് അനന്തരഫലം, ദൈവജനം തിരിച്ചറിയണം. മർക്കോസ് വിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. മർക്കോസ് വിശേഷം 16-ാം അധ്യായം അതിൻ്റെ 16 മുതൽ ഉള്ള വേദഭാഗം വായിക്കാമോ?
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സോറി, അപ്പോസ്തല പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം മുതൽ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിനായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിന്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. മതി, ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ഈ സാഹചര്യം അറിയാം. അപ്പോസ്തലനായ പൗലോസിന്റെ, ശ്രദ്ധയോടെ കേൾക്കണം, ദൈവജനം അല്പം സ്ലോ ആയിട്ട് കേൾക്കുന്ന ആഴമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദൈവജനം പലതും കെണിയിലാകപ്പെടുന്ന അനുഭവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവാത്മാവ് നൽകിയ ആലോചന. അതുകൊണ്ട് ഇത് പിശാച് നിങ്ങൾ കേൾപ്പിക്കാതെ കൊണ്ട് നിങ്ങളെ പല ഡൈവേർഷനിലേക്ക് തെറ്റിപ്പോവും. പക്ഷെ ഒരിക്കലും തെറ്റരുത്, കൃത്യമായി ദൈവജനം. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി നമ്മളൊക്കെ ഇതിനെപ്പറ്റി ആഴമായി പ്രസംഗം കേട്ടിട്ടുള്ളവരാണ്. പക്ഷെ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള, വളരെ വിചിന്തനമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്തുണ്ട്. ശ്രദ്ധയോടെ കേൾക്കുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ മധ്യത്തിൽ വച്ച് സുവിശേഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു സഹോദരി തന്നെ മുഷിയിപ്പിക്കുന്ന രീതിയിൽ, ഒരു മുഷിയിപ്പിക്കുന്ന അനുഭവത്തിനിടയിൽ അപ്പോസ്തലനായ പൗലോസ് അവളിലുള്ള ഭൂതത്തെ ശാസിക്കുവാനിടയായി തീർന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ദൈവദാസനായതുകൊണ്ട് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇത് യഥാർത്ഥത്തിൽ അവിടെ ശാസനയുടെ ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് അവളിൽ നിന്നും വിട്ടുമാറിയാലും ദൈവത്തിന് ഇതിനെ കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പൊ അങ്ങനെയുള്ള വിഷയത്തെ ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ അപ്പോസ്തലനായ പൗലോസ് എന്ത് ചെയ്തു? അവളെ മുഷിപ്പിച്ചതനുസരിച്ച് എന്ത് ചെയ്തു? ശാസിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവർ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി തീജ്വാലയായി നിൽക്കുന്ന പൗലോസ് ആയതുകൊണ്ട് ദൈവം അവനെ വിടുവിച്ചു. പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ നിയോഗമില്ലാത്ത പല വ്യക്തിത്വങ്ങൾ നമ്മെ മുഷിയിപ്പിക്കും. ഇന്ന് പോലെ ദൈവദാസൻ പറഞ്ഞ അതേ ആലോചനയ്ക്ക് നമ്മെ മുഷിയിപ്പിക്കുന്ന, നമ്മെ നിരന്തരമായി തകർക്കുന്ന പല വ്യക്തിത്വങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. നമ്മുടെ മനസ്സ് അവരിലേക്ക് ചാഞ്ചാടരുത്. അവരോട് നമുക്ക് അസൂയ തോന്നരുത്. അവരോട് നമുക്ക് പക തോന്നരുത്. അവരോട് നമുക്ക് പിണക്കം തോന്നരുത്. ജാരശങ്ക തോന്നരുത്. ക്രോധം തോന്നരുത്. ഒന്നും തോന്നരുത്. നാം ദൈവവചനപ്രകാരം നമ്മെ തന്നെ സൂക്ഷിച്ചു കൊണ്ടുനിന്ന് മതി. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളിൽ ഒരു ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും പൈശാചികമായ ഒരു ശക്തി വരുമ്പോൾ നിന്റെ മുമ്പിൽ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു പ്രത്യേകമായ ചൈതന്യം ഉണ്ടാകും. കാരണം എന്നാണെന്നറിയാമോ? അവരുടെ പുറത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയല്ല, അവരുടെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായ? അപ്പോസ്തലനായ പൗലോസ് ഇവിടെയും തന്നെ മുഷിയിപ്പിച്ച ഒരേ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമല്ല, അവളെ മേൽ പകർന്നിരിക്കുന്നത് ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു ആത്മാവാണ് അവരിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? മുഷിയിപ്പിച്ചു. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അവളിലുള്ള ഭൂതത്തെ എന്ത് ചെയ്തു? ശാസിക്കുവാനിടയെത്തുന്നു. ഞാൻ പറയട്ടെ, ആ ഒരു പൗലോസും ശീലാസനും, പൗലോസ് അവിടെ ദൈവത്തിന്റെ ആലോചന പ്രകാരമല്ലാതെ ആ വിഷയത്തെ കൈകാര്യം ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ പറയാം, ദൈവഹിതപ്രകാരമില്ലാത്ത, ആവശ്യമില്ലാത്ത ശാസിപ്പുകളും ആവശ്യമില്ലാത്ത ഭൂതങ്ങളെ ഓട്ടിക്കുന്ന പരിപാടിയും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി ചെന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിയും
ദൈവജനങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദൈവാത്മാവിൽ നിന്ന് പകൽക്കാലം പറയുന്നു അതൊന്നും ദൈവജനത്തിന് പാടില്ല. അങ്ങനൊരു വിഷയത്തിന് നാം കൈയെടുത്തു വയ്ക്കുമെങ്കിൽ അതിനു മുൻപ് ദൈവത്തിന്റെ ആലോചന പ്രകാരം പോകണം. നമ്മളൊരു ഭയന്നുകൊണ്ടല്ല, അവരിന്മേൽ കർത്തൃത്വമുള്ള പൈശാചികന്റെ പദ്ധതിക്കെതിരായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ നാം പോകരുത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, സ്തോത്രം. ചിലരൊക്കെ ചിന്തിക്കുകയാണ്, അങ്ങനെ അല്ലല്ലോ പാസ്റ്റർ ഞങ്ങളൊക്കെ അനുഭവിക്കുന്നേ. അങ്ങനെയാണ് ദൈവവചന പ്രകാരം. അതിനുള്ള കാരണം കൂടെ നമ്മളത് അങ്ങനെ മാത്രം പോയാൽ അത് പറ്റത്തില്ല. അതിൻ്റെ കാരണം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ, ചില ശക്തികൾ പുറമേ വിചാരിക്കുന്നത് പോലെയല്ല. പിശാചിൻ്റെ ഒരു വചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിശാച് ഒരു വഴിയായി പോയാൽ അവരെന്ത് ചെയ്യും? അവരുടെ 7 വഴിയായിട്ട് എന്ത് ചെയ്യും? അവരുടെ 7 അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ പോയി അവരെയും കൂട്ടി പിശാചി തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വരും. ഇവിടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ പറ്റത്തില്ല. കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും നമ്മൾ രക്ഷപ്പെട്ടു വന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൃപ നമ്മളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ചിലത് നമ്മുടെ ജീവിതത്തെ പോലും തകർത്ത് കളയുവാനിടയായിത്തീരും. ദൈവസഭ, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധം പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലുണ്ടെങ്കിൽ അത് പാടില്ല. ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരമുള്ള പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ വളരട്ടെ. അതിന് കാരണം എന്നറിയാമോ? ചില ശക്തികൾ ചെറുതല്ല. യേശുവിനെ പോലും കറക്കുവാൻ ആരംഭിച്ചതായ യേശുവിൻ്റെ ശക്തിയെപ്പോലും ചോദ്യം ചെയ്യപ്പെട്ട ചില അനുഭവങ്ങളുണ്ട്. വായിച്ചു നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അവർ കടലിന്റെ അക്കരെ ഗേദ്രദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് അവനെ എതിരേറ്റു. നമുക്കറിയാം, നമുക്ക് സാഹചര്യം അറിയാം. ശ്രദ്ധയോടെ കേൾക്കണം. യേശു കർത്താവിന്റെ അൾട്ടിമേറ്റ് ശുശ്രൂഷ എന്തായിരുന്നു? അവിടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ ലെഗ്യോനെ പുറത്തു കൊണ്ടുവരണം. പക്ഷേ ആ ലെഗ്യോന്റെ മേൽ പുറത്തു കൊണ്ടുവരുന്ന ഭൂതാത്മാവാണെന്ന് ലോകത്തുള്ള ആർക്കും മനസ്സിലായോ? മനസ്സിലായില്ല. യേശുവിന് മനസ്സിലായി. ശ്രദ്ധയോടെ കേൾക്കണം. ചില വിഷയങ്ങൾ അവർ പരാജയപ്പെട്ട് നിൽക്കുന്നതിന് കാരണം യേശുവിനോ യേശുവിൻ്റെ മേൽ പകർന്ന ആത്മാവുള്ളവന് മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ മറന്നു പോകരുത്. ദൈവസഭ ഭയത്തോടെ പിശാചിനെ ഭയന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ആശയം അതുപോലെ ദൈവസഭ അറിയണം. പല സഭകളും പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവാലോചന പ്രകാരമില്ലാതെ, ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ, പുറമെയുള്ള ആക്ടിങ്ങൾ കാണിച്ച് ശത്രുവിൻ്റെ ചില പാളയത്തിനകത്തുപോയി അതേ ചില ബാധകളേറ്റ ഒരുപാട് കുടുംബങ്ങളുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്നു, യേശു കർത്താവിൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാമോ? ഈ ലെഗ്യോനെ പുറത്തു കൊണ്ടുവരണം. പക്ഷേ ഈ ലെഗ്യോന്റെ മേൽ, ആ ലെഗ്യോനെ പുറമേ ഉള്ളവർ വിചാരിച്ചു ഭ്രാന്താണെന്ന്. പക്ഷേ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതാത്മാവിനെ തിരിച്ചറിഞ്ഞ യേശു കർത്താവ് കറക്റ്റായി ദൈവത്തിൻ്റെതായ ആ ഒരു ശക്തിയോടുകൂടെ എതിരായി പറഞ്ഞപ്പോൾ തന്നെ അതവനെ വിട്ടുമാറി. പക്ഷെ ഓർക്കണം, ഈ ശക്തിയെ തകർക്കുമെന്ന് മനസ്സിലായ ഒരു ശത്രുവിൻ്റെ പദ്ധതി ആരംഭിച്ച, തൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് അപ്പോഴല്ല കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴാണോ ശിഷ്യന്മാരുമായി യേശു കർത്താവ് കടൽക്കരയിൽ നിന്നും അക്കരെ നാട്ടിലേക്ക് പോകുവാൻ കാലെടുത്തു വച്ചത്, അപ്പോൾ മുതൽ പിശാചിന്റെ പദ്ധതികൾ ആരംഭിച്ചു. ഒരു കാര്യം ഓർക്കണം, യേശുവിൻ ഉണ്ടായിരുന്ന ആ പടക് അക്കരെ എത്തി പറയുന്നുണ്ട്. പക്ഷേ യേശുവിനെ അനുഗമിച്ച, ദൈവത്തിൻ്റെ കൽപ്പന ദൈവത്തിൻ്റെ വാഗ്ദത്തമില്ലാത്ത പല ചെറുപടകുകളും അങ്ങേയറ്റം എത്തിയോ എന്ന് ദൈവത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന ആശയം എങ്ങനെയാണ് മനസ്സിലാകുന്ന അറിഞ്ഞില്ല. ദൈവവചനം തിരിച്ചറിയണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. അതേ ലെഗ്യോന്റെ മേൽ ലോകം പറഞ്ഞവന് ഭ്രാന്താണെന്ന്. പക്ഷേ യേശുവിനറിയാം അവന് മേലുള്ളത് ഭ്രാന്തല്ല, അവന്റെ മേലുള്ള ഭൂതമാണ്. അങ്ങനെയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്ന യേശുവിനെ പോലും
കടലിന്റെ നടുക്ക് വച്ച് തകർത്ത് കളയുവാൻ ഈ ദൈവമഹത്വം കാണുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരെ പോലും യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച, യേശു കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പോലും നിലവിളിപ്പിച്ച ഒരനുഭവം നമ്മൾ മറന്നു പോകരുത്. പക്ഷെ ഒരു കാര്യം, യേശു കർത്താവ് തകരാത്തതിന് കാരണം എന്നറിയാമോ? ഒരു ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് പ്ലാനോടുകൂടി അവിടെ പോകുന്നേ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമക്കളെ, ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ചിലത് ലോകപ്രകാരമായി ഭ്രാന്തെന്ന് പറഞ്ഞും രോഗമെന്ന് പറഞ്ഞ് പലതും പുച്ഛിച്ച് കളയുന്ന പല വിഷയങ്ങളും ചെറിയ വിഷയങ്ങളല്ല. പലവിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്, പലവിധമാകുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ കൊണ്ട്, അൾട്ടിമേറ്റായി പല വിഷയങ്ങൾ കൊണ്ട് നാളുകളായി കുടുംബങ്ങളായി തകർന്നുകൊണ്ട് ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയാൽ അത് നമ്മളിൽ തകർച്ചയുടെ ആരംഭങ്ങൾ കുറിക്കുവാനിടയായി തീരും. എനിക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ട ദൈവദാസന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ, ഏകദേശം 8 വർഷത്തിന് മുൻപേ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഹല്ലേലൂയ, ഞാൻ ജോലി ചെയ്ത ഫാക്ടറിയുടെ ആ അവസ്ഥയെ പോലും ദൈവാത്മാവിൽ വെളിപ്പെടുത്തി ശക്തമായി നിൽക്കുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറഞ്ഞ 8 വർഷത്തിന് മുൻപേ, എൻ്റെ വിവാഹത്തിന് മുൻപേയുള്ള ഒരു, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ കാര്യങ്ങളും ദൈവാത്മാവ് ശക്തമായി അന്ന് പകൽ ഞങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് ദൈവാത്മാവിൽ ശക്തമായി പ്രവചിച്ച ഒരു ദൈവദാസൻ. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞൊരു ചരിത്രം ഞാൻ ഇന്നും ഭയത്തോടെ ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ ദൈവദാസൻ താൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, താൻ ഒരു സ്ഥല ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ പോയി ചെന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ഭൂതം വെളിപ്പെട്ടു. ഭൂതം വെളിപ്പെട്ടപ്പോൾ ഈ ദൈവദാസൻ യേശുവിൻ്റെ നാമത്തിൽ ഭൂതം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞു. ആ ഭൂതം ദൈവദാസനോട് പറഞ്ഞു, അല്ലയോ ദൈവദാസനെ, അല്ലയോ യജമാനനെ, നിനക്ക് എന്നെ തൊടാൻ അധികാരമില്ല. കാരണം എന്നിൽ ചില അവകാശം ഇതിനകത്തുണ്ട്. സ്വത്രം, ദൈവഹിതമില്ലാത്ത എത്രയോ ദിവസങ്ങൾ കർത്തൃമേശയെടുത്തു. എത്രയെത്ര പാപപ്രവൃത്തികൾ അവന്റെ മേലുണ്ട്. അതിൽ ഒരു കർത്തൃത്വം എനിക്കുണ്ട്. നീ എന്നെ തൊടരുത്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ചെയ്യേണ്ടത് അവിടെ ശാസിക്കുകയല്ലായിരുന്നു, അവൻ്റെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ ആ ദൈവദാസൻ ആ സ്പോട്ടിൽ തന്നെ ആ ദൈവദാസൻ പറഞ്ഞു, എനിക്ക് നിന്റെ ഒരു വാദഗതിയും കേൾക്കണ്ട, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ വിട്ടുപോയി. ആ ദൈവദാസൻ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, പോകുന്ന സമയത്ത് വലിയൊരു പ്രയാസവും അനുഭവിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിടത്തില്ല. കാരണം എനിക്ക് അവകാശപ്പെട്ടതുള്ളപ്പോൾ നിനക്ക് തൊടാൻ അവകാശമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു പോയി. അതേ അവസ്ഥയിൽ തിരിഞ്ഞു വന്നപ്പോൾ ആ ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് ബസ് ബാക്കിലോട്ട് വന്ന് അദ്ദേഹവും തൻ്റെ ഭാര്യയുമായി കടന്നു പോകുന്ന ആ ബൈക്കിലേക്ക് ഇടിച്ച് ആ സ്പോട്ടിൽ വെച്ച് തന്നെ വൈഫിൻ്റെ തലയിൽ കൂടെ ആ ബസ് കയറി. അന്ന് തന്നെ ലോകം വിട്ടുപോയി. ഞാനിത് പറഞ്ഞതിന് കാരണം എന്നറിയാമോ? പിശാച് നിന്നേക്കാളും ഉയർച്ചയുള്ളവനല്ല, പക്ഷേ പിശാചിന് അവകാശപ്പെട്ട ചില മേഖലകളിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമല്ലാതെ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമല്ലാതെ സഭ പ്രാർത്ഥിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ ദൈവദാസൻ ഇന്നും ശക്തമായി നിൽക്കുന്ന ഒരു ദൈവദാസനാണ്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായി എൻ്റെ ശുശ്രൂഷ ഓർത്ത് പറഞ്ഞു, ദൈവദാസനെ, നിങ്ങൾ ചെയ്യരുത്, ദൈവാത്മാവിൻ്റെ നിയോഗമില്ലാത്തൊരു വിഷയത്തിൽ കൈ തൊടരുത്. അതെന്നാ ദൈവദാസനെ, അതൊക്കെ ശരിയല്ലല്ലോ. കാരണം ദൈവത്തിനേക്കാളും ശക്തിയുള്ളവനല്ലല്ലോ പിശാച് എന്നൊക്കെ പറയാം. പക്ഷെ അതിന് കാരണമുണ്ട് കേട്ടോ. പിശാച് മാത്രമല്ല കേട്ടോ, ദൈവം പോലും ചിലതിനെ അടിച്ചിട്ടുണ്ട്. അറിയാമോ? വായിച്ചു നോക്കാം, നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ജെരമ്യാവിൻ്റെ പ്രവചനം 30-ാം അധ്യായൻ്റെ 12-ാം വാക്യം വായിച്ചേ. ജെരമ്യ ചാപ്റ്റർ 30 verse 12. ശിക്ഷിക്കാതെ വിടുകയില്ല, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പരിക്ക് മാറാത്തതും. ശ്രദ്ധിക്കുക, ഇത് മനുഷ്യനോടുള്ള ബന്ധത്തെ ആലോചനയാ. നിന്റെ പരിക്ക് മാറാത്തതും നിന്റെ മുറിവ് വിഷമമുള്ളതുമാകുന്നു. നിന്റെ മുറിവ് വിഷമമുള്ളതാകും. ഇവിടെ രോഗത്തിലാകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത് ആരാ പറഞ്ഞേ? യഹോവയെ ദൈവം കൊടുത്ത ശാപമാണ്. അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 15-ാമത്തെ വാക്യം. നിന്റെ പരിക്കിനെയും മാറാത്ത വേദനയെയും കുറിച്ച് നിലവിളിക്കുന്നത് എന്തിന്?
നിന്റെ അകൃത്യത്തിന്റെ ആധിക്യം നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പം നിമിത്തവുമല്ലോ ഞാനിത് നിന്നോട് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട ദൈവജനം ദൈവത്തെ, സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അകൃത്യത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് ദൈവവചനം പറയുന്നു, അവരുടെ മേൽ രോഗമിടും. എല്ലാ രോഗം അങ്ങനെയല്ല. ദൈവജനം തിരിച്ചറിയണം ഏത് രോഗമാണെന്ന് മനസ്സിലാക്കണം. എങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ പറയുന്നു, അവരുടെ മുറിവുകൾക്ക് ഒരു ദിവസവും ശമനം വരത്തില്ല. അവിടെ രോഗത്തിന് ഒരൊറ്റ കാരണവശാലും മുറിവ് വരത്തില്ല. അവരെ ആ മുറിവ് ഉണങ്ങത്തിൽ അവരെ പറ്റി കർത്താവ് ചോദിച്ചു, നിങ്ങൾ അവർക്ക് വേണ്ടി എന്തിനാ നിലവിളിക്കുന്നേ? ഇതാർക്ക് തിരിച്ചറിയാൻ പറ്റും? ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നൊരു ദൈവദാസൻ തിരിച്ചറിയും ഇതേതിനാൽ വന്നു എന്ന് തിരിച്ചറിയണം. ദൈവജനം അങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഏറ്റെടുത്താൽ, ഞാൻ പറയുന്നു, ഇവിടെ പറയുന്നു, ദൈവം തന്നെ ചോദിക്കുക, നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാമോ? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശിഷ്യന്മാരൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതോ, ഒത്തിരി രോഗശാന്തി ലഭിച്ചതോ? നിങ്ങൾക്കറിയാമോ, സുവിശേഷം ലോകത്തിലെത്താൻ വേണ്ടി അധികാരം കൊടുത്ത ശിഷ്യന്മാർക്ക്, ശരിയാണോ? സുവിശേഷത്തിൻ്റെ ഉത്തേജനത്തിനായി ഒരു ദൈവത്തെ അറിയാത്തൊരു വ്യക്തി അവരോട് സുവിശേഷം പറയുമ്പോൾ ആ സുവിശേഷത്തെ അംഗീകരിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി നിലവിളിക്കാം, രോഗസൗഖ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവവചനം വ്യക്തമായി പറയുന്നു, ദൈവം അടിച്ചതിനെ, ദൈവം തൊട്ടതിനെ, ശത്രുവിന് അവകാശമുള്ളതിനെ ദൈവജനം പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കരുത്. അതൊരു പക്ഷെ അല്പനേരത്തേക്ക് അവരുടെ ശാപം മാറി എന്ന് പറഞ്ഞാലും അവർ ആ കോമ്പൗണ്ട് വിടുന്നതിന് മുമ്പേ തന്നെ അത് പിന്നെയും ശക്തിയായി വെളിപ്പെടും. അവരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കാരണമായി തീരത്തില്ല. ഞാൻ പറയുന്നു, ചില വിഷയങ്ങൾ സഭയുള്ള ബന്ധത്തിൽ ശക്തമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചില വ്യക്തികൾ നിലവിളിച്ച് സഭയ്ക്കകത്ത് വരും, ചിലത് അല്ലെങ്കിൽ അട്ടഹസിച്ചുകൊണ്ട് ഇതിനകത്ത് വരും. അതുപോലെ ഈ സൂമിലൂടെ വിവിധമായ മാധ്യമങ്ങൾ, യൂട്യൂബിലൂടെ കേൾക്കും ദൈവജനമേ, നിങ്ങളുടെ മുമ്പിൽ പലരും പ്രാർത്ഥിക്കാൻ നമ്മുടെ മുമ്പിൽ കടന്നു വരും. പക്ഷേ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമല്ലാതെ ഒരു കാരണവശാലും നാം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കരുത്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരേ ഒരു വിഷയം, അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം, അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാം, കർത്താവെ ക്രമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. അതിലൊരു കുഴപ്പമില്ല. കാരണം ദൈവവചനം അങ്ങനെ തന്നെ പറയുന്നു, കർത്താവിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ നാം പ്രാർത്ഥിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തിൽ ഒരു അല്പനേരത്തെ സൗഖ്യം വരും, പക്ഷേ അത് പിന്നെ അവർക്ക് നന്മയായി ഭവിക്കുവാൻ ഇടയാകത്തില്ല. ചില നന്മകളും ഇതുപോലെ പ്രാപിച്ചിട്ടുണ്ട്. മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം. ചില നന്മകളുടെ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി പറയുന്നു, ദൈവഹിതപ്രകാരമല്ലാത്ത നേടുന്ന നന്മകൾ. മീഖായുടെ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം. ആകയാൽ ഞാൻ നിന്നെ കഠിനമായി ദണ്ഡിപ്പിക്കും, നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ശൂന്യമാക്കും. നീ ഭക്ഷിക്കും, തൃപ്തി വരികയില്ല, വിശപ്പടങ്ങുകയില്ല, നീ നീക്കിവെക്കും, ഒന്നും സ്വരൂപിക്കയില്ല താനും. ഇവിടെ നന്മയുടെ മേലുള്ള ഒരു ദൈവത്തിന്റെ കരം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നോക്കണം, ആദ്യം എന്താണ്? രോഗം. 2, നന്മയുടെ മേൽ തൊടുന്ന ദൈവത്തിന്റെ ശക്തി. ഇവിടെയൊക്കെ ദൈവവചനം പറയും ദൈവമാണ് അതിനെതിരായി നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ നീതിയാണ് നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്യുന്നത്. എന്തിനാ യേശു കർത്താവ് മരിച്ചതെന്നറിയാമോ? യേശു കർത്താവിന് വേണമെങ്കിൽ മനുഷ്യരോട് മൊത്തത്തിൽ നിങ്ങളെ ശുദ്ധമാകാൻ പറഞ്ഞ ഒരൊറ്റ നിമിഷം കൊണ്ട് സംഭവിക്കും. പക്ഷെ കർത്താവ് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തതെന്ന് അറിയാമോ? ദൈവം നീതിയുള്ള ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മൗനമായി നിൽക്കുന്നതിന് കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ നീതി വെളിപ്പെടാനാണ്. നീതി വെളിപ്പെടാൻ, നീതിയുള്ള ദൈവം, ദയയുള്ള ദൈവം, പക്ഷെ നീതിമാനായ ദൈവമാണ്. അപ്പോൾ ദൈവം അടിച്ച്, ദൈവം അവരുടെ നന്മകളെ തകർത്ത്, ദൈവം രോഗമിട്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് വ്യവസ്ഥയുള്ളേ? അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ആ നീതിയുള്ള ദൈവം അതേ ശക്തി എന്ത് ചെയ്യും? ഒരു പക്ഷേ ദൈവഹിതമില്ലാത്ത ജീവിക്കുന്ന സാഹചര്യം നമ്മൾ പോയി കഴിഞ്ഞാൽ നിശ്ചയമായി അത് നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അല്ല എങ്കിൽ
അവരുടെ ജീവിതത്തിൽ അല്പനേരത്തെ ഒരു ശമനമുണ്ടാകും, ജീവിതത്തിൽ ഒരു മാറ്റവും കാണത്തില്ല. എത്ര പേർ ദൈവ സൗഖ്യം പ്രാപിച്ചിട്ട് ദൈവത്തിന് ഹിതമില്ലാതെ പോകുന്ന എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഒരു കാര്യമില്ല. എത്ര പേരെ പരസ്യമായി രോഗസൗഖ്യം പ്രാപിക്കുന്നേ? ഇതാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവ എന്ന് പറഞ്ഞ് ഹോവയുടെ നാമത്തിൽ തന്നെ എത്ര പേർ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ സൗഖ്യം കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ല. അവർക്കൊരു പ്രയോജനമുണ്ടോ? ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ആ ആത്മാവിനെ നഷ്ടമാക്കാത്ത രോഗസൗഖ്യം നമ്മൾ അവർ കൊടുക്കരുത്. നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റൊരാളുടെ വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ വ്യക്തിപരമായി ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക. അല്ലാതൊരു വിഷയത്തിന് പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാ നിയോഗം തന്നാൽ കൃത്യമായി ചെയ്യുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഇനി അടുത്ത് ശ്രദ്ധയോടെ കേൾക്കണം. ഇനി എന്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു, ഞാൻ സമയമില്ല, എനിക്കറിയാം, എല്ലാവരും ക്ലോക്കിലേക്ക് നോക്കി എനിക്കറിയാം. എങ്കിലും ഇതും കൂടെ കേൾക്കാൻ ഒരു പോയിന്റെങ്കിലും നിന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് പോയില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും കാണാൻ പറ്റത്തില്ല. സ്തോത്രം. ദൈവദാസൻ എല്ലാം പറഞ്ഞ് നെഗറ്റീവാണെന്ന് പറഞ്ഞ് ഹൃദയത്തിനകത്തിരിക്കും. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? വായിക്കാം, നമുക്കത് വായിക്കാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കേൾക്കണമെങ്കിൽ അതാര് പറഞ്ഞായിരിക്കണം? കർത്താവ് യേശുക്രിസ്തു ആയിരിക്കണം. ആ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചൊരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിച്ചത്. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 6-ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 6-ാമത്തെ 9-ാം വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മതി, ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ ഒരൊറ്റ പോയിന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇതാരുടെ മുമ്പിലാ പറയുന്നേ? മനുഷ്യരുടെ മുമ്പിലല്ല, വാഴ്ത്തപ്പെട്ടവനായ ദൈവത്തിന് മുൻപാകെ. ഓർക്കണം, ദൈവത്തിന് മുൻപാകെ ഒരു പിതാവും മകനുമായിട്ടുള്ള ബന്ധം ഉറപ്പിച്ച ശേഷമാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വിഷയങ്ങൾ എത്ര തന്നെ ഉയർന്നിരുന്നോട്ടെ, പല വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വരുന്ന എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞാൽ, അപ്പാ നീ എൻ്റെ പിതാവെന്ന് മനുഷ്യരുടെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിൽ ആർക്കും പറയാൻ പറ്റും. ദൈവസന്നിധി മുഴങ്കാൽ മടക്കി ദൈവസന്നിധി ഇരിക്കുമ്പോൾ, അപ്പാ നീ എൻ്റെ അപ്പനാണെന്ന് പറയുവാൻ ഒരു യോഗ്യം നിന്റെ ജീവിതത്തിൽ പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ആത്മീയ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. സ്നാനപ്പെടുവാൻ തീരുമാനിക്കുന്ന ദൈവജനത്തോടും ആ പ്രിയപ്പെട്ട സഹോദരൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഈ സ്നാനപ്പെടുന്നതിന് മുൻപേ തന്നെ പ്രാർത്ഥനാ റൂമിനകത്ത് മുഴങ്കാൽ മടക്കുമ്പോൾ തന്നെ എൻ്റെ അപ്പനോടാണ് സംസാരിക്കുന്നുള്ള ബോധ്യതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാത്തൊരനുഭവം ഉണ്ടെങ്കിൽ ദൈവദാസന്മാരുടെ ആലോചന ചോദിച്ച്, കർത്താവേ, ദൈവദാസൻ ഞാൻ എങ്ങനെ പോകണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായ ആലോചന ചോദിച്ച്, ഞാൻ എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ സർവ്വം സമർപ്പിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നു എന്നും, ഞാൻ നിൽക്കുന്ന ഏതവസ്ഥയിലും എന്നെ ശോധന ചെയ്ത് എന്നെ നിയന്ത്രിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള ബോധ്യത പ്രാപിച്ചിട്ട് വേണം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. ഇവിടെ പറയുന്നു, ഒന്നാമത്തെ കാര്യം പറയുന്നു, അല്ല, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ നാമം അശുദ്ധമായി കൊണ്ടിരിക്കുക, ഈ ഭൂമി അശുദ്ധമായി കൊണ്ടിരിക്കുക, പക്ഷെ നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ മുഖാന്തരം ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ പറ്റും, കർത്താവേ, ഹല്ലേലൂയ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ അങ്ങനെ തന്നെ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മുടെ പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശു കർത്താവ് തന്നെ പറയുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം. ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, ഈ അശുദ്ധി നിറഞ്ഞ ഈ ലോകത്തിൽ നാം നിൽക്കുന്ന ഇടങ്ങളിൽ ആദ്യം എന്നെ തന്നെ ഒന്ന് വിശുദ്ധിയോടെ നിർത്ത്. ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവേ എന്നെ ഞാൻ സമർപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം പ്രാരംഭ പ്രാർത്ഥന.
നമ്മുടെ ജീവിതം കൊണ്ട്, ദൈവം നമുക്ക് നൽകിയ നന്മകൾ കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടേണ്ടതിന് പകരമായി ദൈവത്തിന് ഹിതമില്ലാത്ത രീതിയിൽ ഓട്ടമാണെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വിരുദ്ധമായ ഓട്ടമാണെങ്കിൽ, ദൈവവചനം പറയുന്നു, എൻ്റെ മുൻപിൽ ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തെ ഞാൻ നശിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം, ദേശത്തെ നശിക്കുവാൻ ദൈവം പ്ലാൻ ഇടുമ്പോൾ, ദൈവം അവരുടെ ലെഹസ്കേപ്രവൻ ഇപ്രകാരം പറയുന്നു, ആ ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം, ആ ദേശത്തെ വേലി കെട്ടി സൂക്ഷിക്കുവാൻ അതിനിടയിൽ ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു, കണ്ടില്ല താനും. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാരംഭ പ്രാർത്ഥന, ദൈവത്തിൻ്റെ മഹത്വം എന്നിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ, എൻ്റെ മക്കളിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ, എൻ്റെ കുടുംബങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ, എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ, എൻ്റെ സഭയിലൂടെ വിശുദ്ധീകരിക്കപ്പെടണമേ. ഇപ്പൊ പിശാചിന്റെ പത്തി എന്തായിരിക്കും? നിന്റെ നീ മുഖാന്തരം വിശുദ്ധമാകരുത്, താങ്കളുടെ കുടുംബം കൊണ്ട് വിശുദ്ധമാകരുത്, താങ്കളുടെ സഭ കൊണ്ട് വിശുദ്ധമാകരുത്. ഇന്ന് സഭകൾ നടക്കുന്നതല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട, ദൈവ സാന്നിധ്യം തിരിച്ചറിയേണ്ട, അഭിഷേകം കൊണ്ട് നിറയപ്പെടേണ്ട ദൈവസഭയ്ക്കകത്ത് പോലും അശുദ്ധിയുടെ കരവലങ്ങൾ കൊണ്ട് നിറയുന്നതിന് കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമില്ലാണ്ടായി പോയി. യേശുവിന്റെ നാമത്തിൽ ഈ സഭ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക, കർത്താവേ അങ്ങനെ ഒരു വിശുദ്ധിയുള്ള ഒരു വ്യക്തിത്വമായി എന്നെ തീർക്കണമേ, അങ്ങനെ ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രൂപ്പായി ഞങ്ങളുടെ സഭയെ തീർക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ തീർക്കണമേ, എൻ്റെ ഭർത്താവിനെ തീർക്കണമേ, എൻ്റെ ഭാര്യയെ തീർക്കണമേ, എൻ്റെ മാതാവിനെ തീർക്കണമേ, എൻ്റെ പിതാവിനെ, അങ്ങനെ ഒരു വിശുദ്ധമായി നിൽക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി മഹത്വം വെളിപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തീർക്കുക. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കണ്ണുകളിലൂടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പലവിധമാകുന്ന ദൈവസ്ഥലുള്ള പ്രാർത്ഥനകൾ പറഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപക്ഷേ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു സഹോദരി, പാറശാലയിലുള്ളതായ ഒരു ചർച്ചിലുള്ളൊരു സഹോദരി ഒരു സ്ഥലത്ത് പോയി സുവിശേഷം നടത്തുവാൻ വേണ്ടി, സുവിശേഷ പ്രചാരണത്തിനു വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ക്യാൻസർ ബാധിച്ച സഹോദരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്തോത്രം അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരാലോചന ചോദിക്കാതെ ദൈവത്തോട് നിലവിളിക്കുവാനിടയായി തീർന്നു. കർത്താവേ, ദൈവം അവർക്ക് പരിഹാരം കൊടുക്കണം. ഞാൻ ചുരുക്കത്തിൽ പറയാം, ദൈവസഭയിലുള്ള ദൈവദാസൻ പലവട്ടം പറഞ്ഞു, സഹോദരി ആ വിഷയത്തോട് പ്രാർത്ഥിക്കരുടെ മാനസാന്തരത്തോട് പ്രാർത്ഥിക്കുക. അവർ കേൾക്കാതെ തന്നെ കർത്താവെ നിലവിളിച്ച് ഉപവാസത്തോടെ നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാരുടെ ആലോചന കേൾക്കാതെ നാളുകളായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആശുപത്രി പോയി ആ വ്യക്തിയുടെ ക്യാൻസർ പൂർണ്ണമായി മാറപ്പെടുവാനിടയത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് 4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരിക്ക് അതേ ഭാഗത്ത് അങ്ങനെ ഒരു ക്യാൻസർ രോഗം വന്നു എന്ന് ഇങ്ങനെയുള്ള പല ചരിത്രങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, അങ്ങനെയുള്ള ചില ക്രമക്കേടുകൾക്കകത്ത് പ്രാർത്ഥിച്ചു പോയി ചില ശാപങ്ങൾ കുടുംബത്തിനകത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഇന്ന് പകൽക്കാലം വരെ കർത്താവേ, കഴിഞ്ഞ നാളുകൾ ഞാൻ അനേകം പേരോട് പ്രാർത്ഥിച്ചു, മാനസാന്തരത്തിനല്ലാതെ മാനസാന്തരപ്പെടുത്ത വ്യക്തികൾക്ക് വേണ്ടി പക്ഷെ ദൈവത്തിന് പോലൊരു ഹിതമില്ലാത്ത, ദൈവത്തിന് പദ്ധതിയില്ലാത്ത, ദൈവത്തിന് പ്രയോജനമില്ലാത്ത ചില വിഷയവുമായി ബന്ധത്തിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു പോയി. പല തലമുറകൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. അതെന്നാ പ്രശ്നമെന്ന് പറയാമോ? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിന് അകന്നുപോയെങ്കിൽ ഇന്ന് പകൽക്ക് ചിന്തിക്കാൻ പറ്റുമോ? കർത്താവേ, അതിന് കാരണം ഞാനാണെങ്കിൽ കർത്താവിനോട് ക്ഷമിച്ച് കർത്താവ് അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രാർത്ഥിക്കാമോ? ഇത് പറഞ്ഞൊരു സാധാരണ വിഷയമല്ല. ദൈവാത്മാവ് ശക്തമായി ചില വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എല്ലാ വിഷയത്തിനും തലയിടരുത്. കുടുംബങ്ങൾക്ക് അനുഭവിക്കുന്ന പല ശാപങ്ങൾക്ക് കാരണം അതാണെങ്കിൽ പകൽക്കാൽ ദൈവത്തോട് ഏറ്റുപറയണം. ഇവിടെ പറയുന്നു, 1 എന്തിനു പ്രാർത്ഥിക്കണം? ദൈവത്തിന്റെ നാമം എന്നിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ്, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ കുഞ്ഞിൻ്റെതായ വിവാഹ ജീവിതം, കുഞ്ഞുങ്ങളുടേതായ അഭിവൃദ്ധി, ആരോഗ്യം, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ കുഞ്ഞിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വിശുദ്ധമായി വെളിപ്പെടാൻ കർത്താവേ അവളുടെ മേൽ അഭിഷേകം പകരണമേ.
ഒരു തീരുമാനോടെ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മകളും ഒരുമിച്ച് ചേർന്ന് സ്നാനവും ദൈവത്തോട് തീരുമാനം, കർത്താവേ എന്നിലൂടെ ഞാൻ സ്നാനപ്പെടുമ്പോൾ തന്നെ എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി വെളിപ്പെടുമ്പോൾ കർത്താവേ എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഒരുമിച്ച് അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ എന്നിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ. നാം പ്രാർത്ഥിക്കേണ്ട വിഷയമാകയാൽ, കർത്താവ് നമ്മൾ പഠിപ്പിച്ചതാകയാൽ നമ്മളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം മാപ്പ് പറയാമോ? ഞാൻ മുഖാന്തരം ഞാനായിരിക്കുന്ന സഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തടസ്സമാണെങ്കിൽ അത് നിങ്ങൾക്ക് ശാപമാണ്. ദൈവഹിതമില്ലാത്ത സഭകൾ സംസാരിക്കരുത്. ദൈവഹിതമില്ലാത്ത ആലോചനകൾ, കമ്മിറ്റികൾ, സഭയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ വരരുത്. ദൈവത്തിന്റെ നാമം താങ്കളിലൂടെ വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നേ. കൂടെയുള്ളവരും സുഹൃത്തുക്കളൊക്കെ വിട്ടുമാറും, കമ്മിറ്റി വിട്ടുമാറും, കർത്താവ് ഒരിക്കലും വിട്ടുമാറത്തില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ, എൻ്റെ ഭവനത്തിലൂടെ, എൻ്റെ സഭയിലൂടെ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഞാൻ പോകുന്ന സ്കൂളിൽ കർത്താവെ എന്നിലൂടെ ഒരു വിശുദ്ധമായ അനുഭവത്തിന് നയിക്കണമേ. എന്നെ കാണുന്നവർ യേശുവിനെ കാണണം. റെയ്നാഡ് ബോങ്കെ ഒരിക്കൽ ഗിറ്റാറിസ്റ്റിനടുത്ത് ഒരു ഗിറ്റാർ നന്നാക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഗിറ്റാറിസ്റ്റ് ഇപ്രകാരം തന്നോട് പറഞ്ഞു, ഐ ക്യാൻ സീ ഇൻ യുവർ ഐസ് ജീസസ് ക്രൈസ്റ്റ്. എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ യേശുവിനെ കാണാൻ പറ്റും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് നയിച്ച് നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവസന്നിധി മുഴങ്കാൽ മടക്കുമെങ്കിൽ ദൈവം ഈ നാളുകൾ ദൈവത്തിൻ്റെ വൻ പ്രവർത്തികൾ വെളിപ്പെടുന്നതിനോടൊപ്പം നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. ദൈവത്തിന് നിൽക്കാൻ തയ്യാറാക്. ദൈവത്തിന് ചില പ്രാർത്ഥിക്കാൻ തയ്യാറാക്. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അടിയനെയും ഞങ്ങളുടെ സഭയെയും ഈ ദൈവം നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഞങ്ങളിലൂടെ വിശുദ്ധീകരിക്കപ്പെടാൻ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ. ഞങ്ങളുടെ അധരങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ മൊബൈൽ ഫോണുകൾ, ഞങ്ങളുടെ ജീവിത നിലവാരങ്ങൾ, ഞങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ, ഇതെല്ലാം കർത്താവിൻ്റെ നാമഹത്വം പ്രയോജനപ്പെട്ടവയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ വന്ന ഓരോ വ്യക്തികളും എൻ്റെ യേശുവിനെ കണ്ട് കർത്താവെ വിശുദ്ധമായ യേശുവിനെ അനുഭവിക്കുന്നവരായി തീരട്ടെ. കർത്താവെ, ഞങ്ങൾക്ക് ആർക്കും കർത്താവെ പുകഴുവാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. അപ്പൻ്റെ ഹിതം വെളിപ്പെടണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം, 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 സ്തോത്രം.